അപ്പൊ ഈ വാദം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ആളുകൾ വാശിക്ക് വെക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ വാദം പറയാൻ പോയി, സ്ഥലം ഞാൻ പറയുന്നില്ല, നമ്മുടെ അതേ സംഘടനയിൽ തന്നെ വിള്ളലാണ്, എന്നിട്ടോ ഒരു വിഭാഗം ആദ്യം വാദം വെച്ചു, അടുത്ത വിഭാഗം പിന്നെ വാദം വെച്ചു, ആദ്യത്തെ വിഭാഗം വാദം വെച്ചപ്പോ ഇവര് പങ്കെടുത്തില്ല, ഇവര് വെച്ചപ്പോൾ അവര് പങ്കെടുത്തില്ല. ഇതാണോ വാദ്? എന്താണ് ഈ വാദ് വെക്കുന്നതിന്റെ ലക്ഷ്യം? എന്താണ്? ആർക്ക് വേണ്ടിയാണ് ഈ വാദ് വെക്കുന്നത്? വാദുകളൊക്കെ ആത്മാർത്ഥമായ നീയത്തോടു കൂടിയാണ് വാദുകൾ സംഘടിപ്പിക്കേണ്ടത്. ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു നന്മ പറയുന്നവർക്കും മാറ്റം വേണം, കേൾക്കുന്നവർക്കും മാറ്റം വേണം. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് ബൈനനാ, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ നീ ഐക്യമുണ്ടാക്കണേ. വഹ്ദിനാ സബീലൽ ഇസ്ലാം, അല്ലാഹുവേ നല്ലൊരു മുസ്ലിമാക്കണേ റബ്ബേ. വനജ്ജിനാ മിനൽ ളുലുമാതി ഇലൻ നൂർ, അല്ലാഹുവേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നീ നയിക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ നിന്റെ മഹാന്മാർ ചോദിച്ച ആ ഒരു പ്രകാശം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹുവേ, ആ ഒരു വെളിച്ചം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വെളിച്ചം കിട്ടുന്ന മറ്റുള്ള പ്രത്യേകത ഇന്നലിൽ ഹസനതി നൂറാ, ഇന്നലിൽ ഹസനതി നൂറൻ ഫിൽ ഖൽബി, ഓരോ നന്മ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വെളിച്ചമുണ്ടാകുമെന്നാണ്. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തെന്തെന്നില്ലാത്ത, ശ്രദ്ധിക്കണേ, മുഖത്തെന്തെന്നില്ലാത്ത പ്രകാശമുണ്ടാകുമെന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. അതിന് ഫായിസ വേണമെന്നില്ല, ഫായിസ വേണമെന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് ഫുള്ള് ഫായിസ ഇട്ടിട്ട് പാപം കുറച്ച് കഴിയുമ്പോൾ മുഖത്ത് കുരും വരും. ഇത് പിന്നെ കണ്ടിന്യൂ ഖിയാമത്ത് നാളോളം ആർക്കെങ്കിലും തുടരാൻ കഴിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഫായിസ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അറിയാത്തത് പോലെ ഒന്നും ഇരിക്കേണ്ട നിങ്ങൾ, ആർക്കും അത് അറിയാത്തത്. ഫായിസ ഇട്ടിട്ട് വെളുക്കുമെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ വെളുത്ത ആളുകൾ ഇത് ഖിയാമത്ത് നാളോളം തുടരാൻ പറ്റുമോ? മുഖം ഉള്ള കുരു, ഉടക്ക കുരു, പിന്നെ അത് നിർത്തിയാ മുമ്പത്തേതിനേക്കാളും ഒത്തുപോകും. അപ്പൊ ഈ ഫായിസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് വെളുക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. ഫായിസിനേക്കാളും പൈസക്ക് ചെലവില്ല. എത്ര 1000 രൂപ പൈസക്ക് ചെലവുണ്ടാവാൻ, ഇനി ചെലവില്ല. മുഖം വെളുക്കാനും മുഖം പ്രകാശിപ്പിക്കാനുള്ള വഴിയാണ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്ത് വെളിച്ചമുണ്ടാവാൻ, പ്രകാശമുണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, തഹജ്ജുദ് എന്നുള്ളത് അല്ലാഹുവിന്റെ നൂറിന്റെ ഒരു ഭാഗമാണ്. തഹജ്ജുദ് എന്ന് പറയുന്നത് അല്ലാഹു നൂറാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറാണ്, പ്രകാശമാണ് അല്ലാഹു. ആ പ്രകാശത്തിന്റെ ഒരു അംശമാണ് തഹജ്ജുദ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ നൂറിൽ നിന്നൊരു നൂറ് കിട്ടുകയാണ്. അതാണ് അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലിൽ ഹസനതി നൂറാ, നമ്മുടെ നന്മകൾക്ക് നൂറുണ്ട്. വലിയാഅൻ ഫിൽ വജ്ഹി, നന്മ ചെയ്യുന്നതിനനുസരിച്ച് മുഖത്തിന്റെ ഒരു പ്രകാശം ഉണ്ടാകുമെന്നാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആ ഒരു പ്രകാശം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമല് ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ, നീതിമാന്മാരായാൽ ഭരണാധികാരികൾ നീതിമാന്മാരാവണം, വീട്ടിലുള്ള മാതാപിതാക്കൾ നീതിമാന്മാരാവണം, മക്കളോട് നീതിയോട് പെരുമാറണം, പെണ്ണ് ഒന്നിൽ കൂടുതൽ കെട്ടിയാൽ നീതിയോട് പെരുമാറണം, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നീതിയോട് പെരുമാറണം, സംഘടനാ നേതാക്കൾ നീതിയോട് പെരുമാറണം, നിയമപാലകർ നീതിയോട് പെരുമാറണം, മന്ത്രിമാർ നീതിയോട് പെരുമാറണം, രാഷ്ട്രീയ നേതാക്കൾ നീതിയോട് പെരുമാറണം. എല്ലാവരും നീതിയോടെ പെരുമാറിയാൽ അല്ലാഹു തആല അവർക്ക് നൽകാൻ പോകുന്നത് നല്ല മനോഹരമായ വെളിച്ചമുള്ള മിമ്പറായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീതിമാന്മാരായ ആളുകൾക്ക് നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള മിമ്പറുകൾ നൽകുമെന്നാണ്. അതേപോലെ തന്നെ പ്രകാശം ലഭിക്കുന്ന മറ്റൊരു അമലാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ആണ് പെണ്ണിനെ സ്നേഹിക്കലല്ല, പ്രേമത്തിന്റെ കഥകളല്ല ഈ പറയുന്നത്. പ്രേമത്തിന്റെ കഥ ഒന്നുമല്ല.
സ്കൂളിൽ പോയാൽ ആരോട് മിണ്ടണം, ആരോട് മിണ്ടാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് സ്കൂളിലുള്ള സീനിയർ വിദ്യാർത്ഥികളായ കാലമാണിത്. ഇൻസൈഡ് ധരിക്കാൻ ഇൻസൈഡ് ചെയ്യാൻ പാടുണ്ടോ, അഴിക്കാൻ പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, ഷൂ ധരിക്കരുത് എന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, മീശ പഠിക്കണമെന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ. എന്താ സീനിയർ വിദ്യാർത്ഥികൾക്ക് കോളേജ് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇത്തരം റാഗിങ്ങൾക്കെതിരെ നിരന്തരമായി ശബ്ദിക്കണം. അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും വേണ്ട. കാരണം ഇതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളല്ല. നമ്മുടെ മക്കളാണ് ഈ തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. എന്തേ നീ കഴിഞ്ഞ വർഷം ജൂനിയർ ആയിരുന്നില്ലേ? നിനക്കെന്തേ സീനിയർ ആകുമ്പോൾ എന്ത് പ്രത്യേകതയാണുള്ളത്? പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്ന് തടയുന്ന തോന്നിവാസങ്ങൾക്ക് കൂച്ചുവിലടേണ്ടത് ഇവിടുത്തെ രക്ഷിതാക്കളുടെയും നിയമപാലകരുടെയും ധാർമ്മികമായ അവരുടെ കടപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു എക്സ്ക്യൂസ് വേണ്ട, അവിടെ ഒരു ഒത്തുതീർപ്പും വേണ്ട. അത്തരം ആളുകൾക്ക് കർശനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ കാസർഗോഡ് നിന്ന്, കാഞ്ഞങ്ങാട് നിന്ന്, കണ്ണൂർ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ വരെ നിരന്തരമായി റാഗിങ്ങുകൾ നടക്കാറുണ്ട്. എന്തൊരു ക്രൂരമായിട്ടാണ് അടിക്കുന്നത്. എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോ അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്തതിന്റെ പേരിൽ മാനസികമായ അസ്വസ്ഥത കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല, മിണ്ടുന്നില്ല, ടെൻഷനാണ്, ഒരു മൂലയിൽ ഒതുങ്ങി കൂടുകയാണ്, പഴയ പ്രസരിപ്പില്ല, സംസാരമില്ല. ഇതൊക്കെ എന്തിനാണ് ഈ ആഭാസങ്ങൾ ചെയ്യുന്നത്? എന്ത് രസമാണ് ഇതിലൊക്കെ നമുക്ക് കിട്ടുന്നത്? സീനിയർ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലുത് നിങ്ങൾ അനുഭവിക്കും ഇനിയുള്ള കാലങ്ങളിൽ. അതുകൊണ്ട് ചെയ്യരുത്, ഇത്തരം ആഭാസങ്ങൾ നമ്മൾ ചെയ്യരുത്. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് തൊടാനുള്ള സമ്മതം അല്ലാഹു തന്നിട്ടില്ല, ഹറാമാണത്. റബ്ബിന്റെ കോടതിയിൽ സമാധാനം ചോദിക്കാതെ, അവർക്ക് മാപ്പ് നൽകാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ നാളത്തെ മഹ്ശറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അമൽ നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമലിന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമലിന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമലിന്റെ ഉപ്പയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ശത്രുക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ലോകമാണ് മഹ്ശറ എന്ന് പറയുന്നത്. എന്റെ ശത്രുക്കൾ എന്റെ അമലും കൊണ്ടുപോകും. എന്റെ ഉമ്മയ്ക്ക് ഒരു അമല് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. നാളെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ ശത്രുക്കൾ, ഞാൻ ചീത്ത പറഞ്ഞവർ, ഞാൻ അടിച്ചവർ, ഞാൻ ഗീബത്ത് പറഞ്ഞവർ, ഞാൻ നമീമത്ത് പറഞ്ഞവർ, ഞാൻ ഫസാദ് പറഞ്ഞവർ, അവരൊക്കെ കൂട്ടം കൂട്ടമായി വന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ അമലുകൾ ഓരോന്ന് പൊറുക്കിക്കൊണ്ടുപോകുന്നത് അവസാനം ഒന്നുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല യൗമുൽ തഗാബുൻ എന്നതിന് പേരിട്ടത്. കടം കൊടുക്കുന്ന ദിവസമാണത്. ആ സമയത്ത് റാഗിങ്ങിന്റെ ആളുകൾ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് കോളേജുകളെ റാഗിംഗ് ആണെങ്കിലും ശരി, അതേപോലെ കല്യാണ റാഗിങ്ങുകളാണെങ്കിലും ശരി, ബോധമുണ്ടാവണം. നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്താണോ നീ ചെയ്യുന്നത് അതൊക്കെ നീ അനുഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ പരസ്പരം സ്നേഹിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള പ്രേമല്ല. നമ്മൾ ആണുങ്ങളെ, പെണ്ണുങ്ങളെ ഒരാളെ സ്നേഹിക്കാൻ. എനിക്ക് ഇന്നാലിന്ന ഒരാളെ ഇഷ്ടമാണ്, റഷീദ് ഖാൻ ഇഷ്ടമാണ്. എന്റെ റഷീദ് ഖാൻ ഭയങ്കര ഇബാദത്തുള്ള ഒരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ദീനിൽ എനിക്ക് ഇഷ്ടമാണ്. ഇയാളെ കയ്യിൽ പൈസ ഉണ്ടല്ല, പൈസ അറിയില്ല, അതുകൊണ്ട് അയാൾ എനിക്ക് ഇഷ്ടം. എന്നിട്ട് അങ്ങനെ ഇഷ്ടം തോന്നിയാൽ അയാളോട് പോയിട്ട് പറയണമെന്നാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയണമെന്നാണ്. അങ്ങനെയാണ് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കണം. പൈസ കണ്ടിട്ടോ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, ദീനിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്നേഹം കാരണം എന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ അവർക്കും പ്രകാശത്തിന്റെ മിമ്പറുകളുണ്ട്. അമ്പിയാക്കൾക്ക് അസൂയ തോന്നും, അമ്പിയാക്കൾക്ക് അസൂയ തോന്നും, ശുഹദാക്കൾക്ക് അസൂയ തോന്നും. ഇങ്ങനെ ഒരു മിമ്പർ, വലിയൊരു സിംഹാസനത്തിൽ, പ്രകാശിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലും വെച്ചിരിക്കുമ്പോ അമ്പിയാക്കൾ ആരാണാവോ ഇത്, രക്തസാക്ഷികളൊക്കെ ആരാണാവോ ഇത് എന്ന് ചോദിക്കുമ്പോ പറയും, ഇവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. ഒരാളെ സ്നേഹിക്കാൻ കാരണം അയാളുടെ ദീനായിരിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പ്രകാശം നമ്മൾക്ക് നൽകുമെന്നാണ് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ ചർച്ച ചെയ്തത് മുഖത്തിന്റെ പ്രകാശം ലഭിക്കുന്ന അമലാണെങ്കിൽ, ഇനി ഹൃദയവും
മുഖവും കറുത്തു പോകാനുള്ള അമലുകൾ പറയാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഹൃദയവും മുഖവും കറുത്തു പോകാൻ ചില അമലുകളുണ്ട്. ഒന്ന് കസ്റത്തുൽ കലാം, ഒരുപാട് സംസാരിച്ചാൽ ഹൃദയം കറുത്തു പോകും. എങ്ങനെങ്കിലും ആള് നിർത്തിയിട്ട് പാടുന്ന എണീറ്റ് പോവാൻ, ഇയാള് നിർത്താൻ അങ്ങനെ ചില ആളുകൾ നിർത്തൂല. ബടായി വിടാൻ തുടങ്ങിയാൽ നിർത്തൂല. തെറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ഗീബത്തും നമീമത്തൊന്നും ആയിരിക്കില്ല. നല്ല വർത്തമാനം ഇങ്ങനെ തമാശകളായിരിക്കും, ഹലാലായ വിഷയങ്ങളായിരിക്കും. അതുപോലും വേണ്ട. കസറത്തുൽ കലാം, ഒരുപാട് സംസാരം നല്ലതല്ല. കഴിവിന്റെ പരമാവധി സംസാരം നിയന്ത്രിക്കണം. രണ്ട്, നഖ്ലുൽ അഹ്ദി മഅല്ലാഹി തആല ബിഫിഅലിൽ മആസി വതർക്കിൽ വാജിബാത്ത്. വാജിബാത്തായ നിർബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താൽ, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയത്തിനും മുഖത്തിനും ഒരു കറുപ്പ് നൽകുമെന്നാണ്. എത്ര വെളുത്തവരായാലും ചമ്മാടികളാണെങ്കിൽ മരണപ്പെടുമ്പോൾ മുഖത്തൊരു കരുവാളിപ്പുണ്ടാകും. എത്ര വെളുത്തവനാണെങ്കിലും ചെമ്മാടിയാണെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് മുഖത്തൊരു കരുവാളിപ്പുണ്ടാകും. എന്നാൽ എത്ര കറുത്തവനാണെങ്കിലും നല്ല മനുഷ്യനാണെങ്കിൽ മരണപ്പെടുമ്പോൾ ഒരു വെളിച്ചമുണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്കിത് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഷയം ഒരുപാട് ചിരിക്കാൻ പാടില്ല. ചിരി പാടില്ല, ചിരി വർദ്ധിക്കാൻ പാടില്ല. തമാശ മാത്രം, ചിരി മാത്രം അത് വേണ്ട. തമാശ കുറച്ചൊക്കെ ആവാം, ഒരുപാട് വേണ്ട. ഒരുപാട് ചിരിച്ചാൽ നിങ്ങളുടെ ഹൃദയം ചത്തുപോകുമെന്ന്, കറുത്തുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. വിറ്റക്കടിക്കുമ്പോ കസേര കടിച്ചു ചിരിക്കും ചില ആളുകൾ. വിറ്റക്കടിച്ചാൽ അപ്പുറത്തുള്ള ആളുടെ പുറം പൊളിക്കും അടിച്ചിട്ട്. വിറ്റാണ്, വിറ്റിൽ ചിരിച്ചാണ്. പാവത്തിൽ ചിരിച്ചടിക്കാൻ കഴിയോ? ചുടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തീർത്താൻ മതി. നല്ല വിറ്റടിക്കുമ്പോ നല്ലൊരു അടി കൊടുത്ത. അപ്പൊ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ നടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകളുള്ള ഒരു സദസ്സാണത്. അദ്ദേഹം ചോദിച്ചു, യാ ഫതാ, അല്ലയോ ചെറുപ്പക്കാരാ, ഹൽ മറർത ബിസ്സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ നീ കടന്നു പോയിട്ടുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ കടന്നു പോയിട്ടില്ല. ഫഹൽ തദ്രി ഇലൽ ജന്നതി തസ്വീറു അം ഇലൻ നാർ, നീ നരകക്കാരനാണോ സ്വർഗ്ഗക്കാരനാണോ എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞില്ല, എനിക്കറിയൂല. ഫമാ ഹാദല്ലാഹ്, പിന്നെ എന്തിനാണോ നീ ചിരിക്കുന്നത്? സ്വർഗ്ഗത്തിലാണെന്ന് അറിഞ്ഞവർ വരെ ഇവിടെ ചിരിച്ചിട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചിരിച്ചിട്ടില്ല, കരഞ്ഞിട്ടേ ഉള്ളൂ ജീവിതത്തിൽ. മഹദിയായ ഫാത്തിമ ബിവിക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ചിരിച്ചിട്ടേയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ കരഞ്ഞ് കരഞ്ഞ് മാസങ്ങളോളം രോഗിയായി കിടന്നിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ എന്താണോ നീ ചിരിക്കുന്നത്? നരകക്കാരനാണോ എന്ന് നിനക്കറിയില്ല, സ്വർഗ്ഗക്കാരനാണോ എന്ന് എനിക്കറിയില്ല, സിറാത്ത് പാലത്തിലൂടെ നീ കടന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അയാൾക്ക് ബോധോദയമുണ്ടായി. പിന്നെ പിന്നെ അയാൾ ജീവിതത്തിൽ ചിരിച്ചിട്ടേ ഇല്ല എന്നാണ്. അന്ന് മുതൽ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. പിന്നെയോ കസ്റത്തുൽ അക്ലി, ഒരുപാട് തിന്നാൻ പാടില്ല, ഒരുപാട് തിന്നരുത്. തീറ്റ വർദ്ധിച്ചാലും ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും. അത് മാത്രം പറയരുത് അല്ലേ? തീറ്റയുടെ വിഷയം മാത്രം പറയരുത്, ബാക്കിയൊക്കെ പറഞ്ഞോളൂ. ഇപ്പൊ എന്താ പേര് പറയാൻ പാടില്ലാത്തുള്ള ചിരിയുടെ വിഷയം പറയാതിരിക്കണം. ചിരിക്കൽ എന്നല്ലേ പണി? തിന്ന, ചിരിക്ക, തമാശ പറയാ, കുറെ വടായി വിടാ, അതല്ലാതെ എന്താ നമുക്ക് പണിയുള്ളത്? തീറ്റ വർദ്ധിക്കാൻ പാടില്ല. ബിശ്ർ ഇബ്നു ഹാരിസ് തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയുമെന്ന്. ഒന്ന് കസ്റത്തുൽ കലാം, ഒരുപാട് സംസാരിക്കലാണ്. രണ്ട് കസ്റത്തുൽ അക്ലി, ഒരുപാട് തിന്നലാണ്. തിന്നങ്ങട്ട് 4-5 പൊറോട്ട കടിച്ചു മാറാ അല്ലെ, 10-12 10 തിന്നാൻ. തീറ്റയുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം. ഇന്ന് നിങ്ങൾ എത്രയാണോ തിന്നുന്നത് അതിന്റെ പകുതിയാവണം നാളെ മുതൽ തിന്നേണ്ടത്. ഒരു 10 പത്തലൊക്കെ രാവിലെ നാസ്തയ്ക്ക് തിന്നുന്നവരുണ്ടാവും അവിടെ അല്ലേ? 10 പത്തലൊക്കെ തിന്നുന്ന ആൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാം? നാളെ മുതൽ 5 പത്തല്, 5 10.
3-4 പൊറോട്ടൊക്കെ തിന്ന നാളെ 2 ആക്കി ചുരുക്കുക, 2 തിന്നവർ 1 ആക്കി ചുരുക്കുക. നമ്മളിപ്പോൾ എത്രയാണോ തിന്നുന്നത് അതിന്റെ നേരെ പകുതിയാക്കി ചുരുക്കിയാൽ ഞാൻ പറയാം, നിങ്ങൾ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടും. നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല, പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. ഷുഗർ പോലെ, കൊളസ്ട്രോൾ പോലെ, യൂറിക് ആസിഡ് പോലെ ഏത് രോഗങ്ങളാണെങ്കിലും പകുതിയിലധികം രോഗങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. അതോടൊപ്പം ജിമ്മിന് പോകണമെന്നില്ല, നിങ്ങളുടെ വയറ് കുറയും. വലിയ വലിയ വയറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഒരുപാട് തിന്നാൻ പാടില്ല. 5-ാമത്തേത് കസറത്തുൽ ദുനൂബി, ഒരുപാട് തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയം പുറത്തുപോകുമെന്നാണ്. 6-ാമത്തേത് സുഹ്ബത്തുസ്സൂഇ, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ചീത്ത ചങ്ങാതിമാരിൽ നിന്ന് മാറ്റി നിർത്തണേ. ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ചങ്ങാതിമാരെ കുറിച്ച് 1 മിനിറ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങളെ ചങ്ങാതിമാരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ചങ്ങാതിമാർ. ഒന്നാലോചിക്കും, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് 2-3 ചങ്ങായിമാരെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. അടുത്ത ചങ്ങാതിമാർ ആലോചിച്ചോ? പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം ആലോചിക്കും. സ്കൂളും മദ്രസയും ഗൾഫും ഒക്കെ ആലോചിക്കും. ഏറ്റവും ബെസ്റ്റ് 3 ചങ്ങായിമാരെ കിട്ടിയിട്ടുണ്ടാവൂലേ? കിട്ടിയില്ലേ? 3 ചങ്ങായിമാർ കിട്ടിയില്ലേ? തടിയുള്ള ചങ്ങായിമാരാണ്, പെട്ടെന്ന് കിട്ടാതിരിക്കുന്നത്.